അമേരിക്കയിലെ തുല്യ തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തുന്ന സർക്കാർ ഏജൻസിയായ ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ ന്യൂയോർക്ക് ടൈംസിനെതിരെ ഔദ്യോഗികമായി പരാതി നൽകിയിരിക്കുകയാണ്. പ്രായം, വംശം, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ജീവനക്കാർക്കിടയിൽ വിവേചനം കാണിക്കുന്നു എന്നതാണ് പ്രധാന ആരോപണം. മാധ്യമ സ്വാതന്ത്ര്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി വാദിക്കുന്ന ഒരു സ്ഥാപനം സ്വന്തം ജീവനക്കാരുടെ കാര്യത്തിൽ ഈ നിലപാട് സ്വീകരിക്കുന്നത് ആഗോളതലത്തിൽ തന്നെ ചർച്ചയായിരിക്കുകയാണ്. ഈ വിഭാഗത്തിന്റെ പേരുകൾ കിടക്കുന്നത് ന്യൂയോർക്ക് ടൈംസിലെ ടെക് വിഭാഗം ജീവനക്കാർ രൂപീകരിച്ച ടൈംസ് ടെക് ഗിൽഡ് എന്ന സംഘടനയുടെ ആരോപണങ്ങളിലാണ്. 2026 മെയ് 5 പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം EEOC നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ സ്ഥാപനത്തിനുള്ളിൽ വിവേചനം നടക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി പറയുന്നതാണ് പ്രധാന ആരോപണങ്ങൾ. ഒന്നാമത്തേത്, സമാനമായ ജോലികൾ ചെയ്യുന്ന വെള്ളക്കാരല്ലാത്ത ജീവനക്കാർക്കും മുതിർന്ന ജീവനക്കാർക്കും മറ്റ് വിഭാഗങ്ങളിലുള്ളവരെക്കാൾ കുറഞ്ഞ ശമ്പളമാണ് നൽകുന്നത്. രണ്ടാമത്തേത്, കഴിവുണ്ടായിട്ടും പ്രായമായവർക്കും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും അർഹമായ സ്ഥാനക്കയറ്റങ്ങൾ നൽകുന്നില്ല. മൂന്നാമത്തേത്, ജീവനക്കാരുടെ വാർഷിക പ്രകടന വിലയിരുത്തലുകളിൽ പക്ഷാപാതപരമായ നിലപാട് സ്വീകരിക്കുന്നു. ഇത് പിന്നീട് അവരുടെ ബോണസിനെയും കരിയർ വളർച്ചയെയും ബാധിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ പോരാട്ടം ആരംഭിച്ചത് ഏകദേശം 2 വർഷം മുമ്പാണ്. ന്യൂയോർക്ക് ടൈംസിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ, ഡാറ്റ അനലിസ്റ്റുകൾ, പ്രൊഡക്ട് മാനേജർമാർ എന്നിവരടങ്ങുന്ന 600ഓളം വരുന്ന ടെക് ജീവനക്കാരുടെ കൂട്ടായ്മയാണിത്. അമേരിക്കയിലെ മാധ്യമ മേഖലയിലെ ഏറ്റവും വലിയ ടെക് യൂണിയൻ കൂടിയാണിത്. ഇവർ നടത്തിയ ആഭ്യന്തര പഠനത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. വെള്ളക്കാരല്ലാത്ത ജീവനക്കാർക്ക് വെള്ളക്കാരായ സഹപ്രവർത്തകരെക്കാൾ ശരാശരി 10 മുതൽ 15% വരെ ശമ്പളം കുറവാണെന്നാണ് യൂണിയൻ ആരോപിക്കുന്നത്. ഈ കണക്കുകൾ നിരത്തി അവർ മാനേജ്മെന്റിനെ സമീപിച്ചെങ്കിലും അനുകൂലമായ നടപടിയുണ്ടായില്ല. തുടർന്നാണ് അവർ EEOCയെ സമീപിച്ചത്. എന്താണ് EEOC എന്നിനി പറയാം. അവരുടെ കണ്ടെത്തലുകൾ എന്താണെന്നും ഇനി വിശദീകരിക്കാം. ഫെഡറൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഏജൻസിയാണ് ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ. തൊഴിലിടങ്ങളിൽ വർണ്ണം, മതം, ലിംഗം, പ്രായം, വൈകല്യം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം തടയുക എന്നതാണ് ഇവരുടെ ദൗത്യം. EEOC നടത്തിയ അന്വേഷണത്തിൽ ന്യൂയോർക്ക് ടൈംസിന്റെ പെർഫോമൻസ് റേറ്റിംഗ് സിസ്റ്റം വിവേചനപരമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കറുത്തവർഗക്കാരായ ജീവനക്കാർക്കും ഹിസ്പാനിക് വിഭാഗത്തിൽപ്പെട്ടവർക്കും സ്ഥിരമായ കുറഞ്ഞ റേറ്റിംഗ് നൽകുന്ന പ്രവണത അവിടെയുണ്ടെന്നും ഈ ഏജൻസി കണ്ടെത്തി. ഒരു ജീവനക്കാരന് കുറഞ്ഞ റേറ്റിംഗ് ലഭിച്ചാൽ അയാൾക്ക് ശമ്പള വർധനവോ ബോണസോ ലഭിക്കില്ലെന്ന് മാത്രമല്ല പിരിച്ചുവിടൽ ഭീഷണിയും നേരിടേണ്ടി വരുന്നുണ്ട്. ആരോപണങ്ങൾ ഉയർന്നപ്പോൾ തന്നെ ന്യൂയോർക്ക് ടൈംസ് വക്താവ് ഇത് നിഷേധിച്ചിരുന്നു. തങ്ങളുടെ വേതന സംവിധാനം അങ്ങേയറ്റം സുതാര്യമാണെന്നും വിവേചനത്തിന് അവിടെ സ്ഥാനമില്ലെന്നുമാണ് മാനേജ്മെന്റ് വാദിക്കുന്നത്. ജീവനക്കാരുടെ കഴിവ്, അനുഭവം, പ്രകടനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ശമ്പളം നിശ്ചയിക്കുന്നതെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. EEOCയുടെ കണ്ടെത്തലുകളെ കോടതിയിൽ നേരിടുമെന്നും തങ്ങളുടെ നിലപാടുകൾ സത്യമാണെന്ന് തെളിയിക്കുമെന്നും ടൈംസ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ്. എങ്കിലും മുൻകാലങ്ങളിൽ ലിബറൽ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ടൈംസ് പോലുള്ള ഒരു സ്ഥാപനത്തിന് ഈ ആരോപണം വലിയ തിരിച്ചടിയാണ്. ലോകത്തെ മാറ്റാൻ പറയുന്നവർ ആദ്യം സ്വന്തം വീട് വൃത്തിയാക്കണം എന്ന തരത്തിലുള്ള വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. ഇതാദ്യമായല്ല ഒരു വലിയ മാധ്യമ സ്ഥാപനം ഇത്തരം ഒരു പ്രതിസന്ധി നേരിടുന്നത്. നേരത്തെ ഗാർഡിയൻ, BBC തുടങ്ങിയ സ്ഥാപനങ്ങളിലും ലിംഗപരമായ വേതന വ്യത്യാസത്തെക്കുറിച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. BBCയിലെ പ്രശസ്ത ജേർണലിസ്റ്റ് കാരി ഗ്രേസി തന്റെ പുരുഷ സഹപ്രവർത്തകർക്ക് തന്നേക്കാൾ കൂടുതൽ ശമ്പളം നൽകുന്നു എന്നാരോപിച്ച് രാജിവെച്ചത് വലിയ വാർത്തയായിരുന്നു. ന്യൂയോർക്ക് ടൈംസിലെ ഈ കേസ് ശ്രദ്ധേയമാകാൻ കാരണം ഇത് കേവലം സ്ത്രീ പുരുഷ വേതന വ്യത്യാസം മാത്രമല്ല, മറിച്ച് വംശീയവും പ്രായപരവുമായ വിവേചനങ്ങളെ കൂടി ഉൾക്കൊള്ളുന്നു എന്നതാണ്. അമേരിക്കയിൽ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ പ്രസ്ഥാനത്തിന് ശേഷം കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ തങ്ങളുടെ വംശീയ നിലപാടുകളിൽ മാറ്റം വരുത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ന്യൂയോർക്ക് ടൈംസ് പോലും അതിൽ പരാജയപ്പെടുന്നു എന്നാണ് ഈ കേസ് കാണിക്കുന്നത്. ഈ കേസ് കോടതിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ ന്യൂയോർക്ക് ടൈംസിന് ദശലക്ഷക്കണക്കിന് ഡോളർ പിഴയായി നൽകേണ്ടി വരും. അതിലുപരിയായി അവരുടെ വിശ്വാസ്യതയ്ക്ക് ഏൽക്കുന്ന ആഘാതവും വളരെ വലുതായിരിക്കും. വിവേചനത്തിന് ഇരയായ ജീവനക്കാർക്ക് മുൻകാല ശമ്പള കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും നൽകാനും കോടതി ഉത്തരവിട്ടേക്കാം. സ്ഥാപനത്തിലെ പെർഫോമൻസ് റിവ്യൂ സിസ്റ്റം പൂർണ്ണമായും അഴിച്ചുപണിയേണ്ടി വരും. ഈ കേസിന്റെ വിധി അമേരിക്കയിലെ മറ്റ് സിലിക്കൺ വാലി കമ്പനികൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും ഒരു താക്കീതായിരിക്കും. മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ 4ാം തൂണാണ്. മറ്റുള്ളവരിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് അവകാശമുണ്ട്. എന്നാൽ ആ അധികാരം വിനിയോഗിക്കുമ്പോൾ സ്വന്തം സ്ഥാപനത്തിനുള്ളിലെ നീതിയും തുല്യതയും ഉറപ്പുവരുത്താൻ അവർക്ക് ബാധ്യതയുണ്ട്. ന്യൂയോർക്ക് ടൈംസും ടൈംസ് ടെക് ഗിൽഡും തമ്മിലുള്ള ഈ പോരാട്ടം കേവലം ഒരു ശമ്പള തർക്കം മാത്രമല്ല, മറിച്ച് അന്തസ്സോടെയും തുല്യതയോടെയും ജോലി ചെയ്യാനുള്ള ഒരു കൂട്ടം മനുഷ്യരുടെ അവകാശ പോരാട്ടമാണെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. അതിന്റെ അന്തിമ വിധി എന്തു തന്നെയായാലും അത് ആധുനിക തൊഴിലിടങ്ങളിലെ വിവേചന വിരുദ്ധ പോരാട്ടങ്ങൾ ഒരു നിർണായക നാഴികക്കല്ലായി മാറുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്.